Hi, hello, namaskaram. It's me, Shabin Shamsuddin, and welcome to Mallu Drone Traveler. നമ്മുടെ കോട്ടയത്തെ ആമ്പൽ പൂത്ത് കിടപ്പുണ്ടെന്ന് 1-2 മാസമായി കേട്ടോ. ഇങ്ങനൊരു ന്യൂസ് കേട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നും കേട്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തിന് പോയിട്ട് ഇപ്പോൾ കോട്ടയത്തെത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലൊക്കേഷനൊന്നും ഒന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം മലരിക്കൽ സൺസെറ്റ് പോയിൻ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ, പോയാലോ. അങ്ങനെ മുന്നേ കണ്ട ഒരു ചെറിയ വഴി കൂടെ ഞങ്ങൾ നടന്നു തുടങ്ങി. ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു പിക്ചർ എന്ന് വെച്ച് ഇതാണ്: വള്ളത്തിൽ കയറി നേരെ പോവുക, ആമ്പൽ പറിക്കുക, കുറച്ച് അടിപൊളി വീഡിയോസ് എടുക്കുക. അതായിരുന്നു ഉദ്ദേശം. പക്ഷേ ആകെ തകിടം പറഞ്ഞു. അതായത് പാടത്തെ വെള്ളമൊക്കെ പറ്റി വള്ളം പോകാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. പിന്നെ ഈ വീഡിയോയുടെ ടൈറ്റിൽ പറയുന്ന പോലെ ഈ വീഡിയോയുടെ അവസാനം ചെറിയൊരു കുട്ടിക്കലാശമുണ്ട്. അതിലെ ഹീറോസാണ് ഈ കിടക്കുന്നത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഏതായാലും വന്നതല്ലേ, ഒന്ന് ഇറങ്ങാതെ തിരിച്ചു പോകുന്ന മോശമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വഴിയെ ഇറങ്ങി. അറിയാലോ പാടത്തെ അവസ്ഥ, ആകെ ചള്ള, മുട്ടിൻ്റെ അത്രയും വരെയൊക്കെ താന്നുപോയി. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മാത്രമല്ല വേറെയും കുറേ ടീംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞ ഈ മലരിക്കലെ ഈ ആമ്പൽ വസന്തത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ചെല്ലുന്നത്. നാളെ വന്നിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ പറ്റൂല, ഇതേലും കാണാൻ പറ്റൂല. ദൂരെ നിന്ന് കാണുമ്പോൾ ഈ സാധനത്തിനൊരു ഭംഗിയില്ല കേട്ടോ, പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൈയും കാലുമൊക്കെ പിടിച്ച് കുറച്ചു നേരം ഞങ്ങൾ അതിൽ നടന്നു. ഇനിയിപ്പോൾ തിരിച്ച് കയറണോ വേണ്ടെന്നുള്ളൊരു ആലോചന നിൽക്കുക. കുറച്ച് ദൂരം നടക്കണോ അതോ തിരിച്ചു പോകണോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഏതായാലും ഇനി തിരിച്ച് കയറാം. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട കുറച്ച് ആമ്പൽപ്പൂവൊക്കെ പറിച്ച് പയ്യെ നടന്നു. ഇനിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയിലെ മെയിൻ ഐറ്റംസ്, അതായത് കലാശക്കൊട്ട് നടത്തുന്ന ആൾക്കാർ. സംഭവം ഇത്രേ ഉള്ളൂ. ഇത് നെൽവയലാണ്. നെൽവയലിൽ 2 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ആമ്പലിൻ്റെ സംഭവം. അത് കഴിയുമ്പോൾ അവർ വിളവിറക്കാനായിട്ട് ആമ്പലുകളൊക്കെ ഈ ട്രാക്ടർ കയറ്റിയിട്ട് മൊത്തം കളഞ്ഞിട്ട് അവിടെ വിത്തിറക്കും. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ആ സമയത്താണ് അങ്ങ് ദൂരെ കിളികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനന്ന് അതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് ഇടിച്ചിറക്കി. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ട ഏറ്റവും നല്ലൊരു വിഷ്വലായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു പോകേണ്ട സമയമായി. ശരിക്കും വന്ന് ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ ഇറക്കണമെന്ന് വിചാരിച്ചതല്ല, വേറൊന്നുമല്ല, ആമ്പലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി.
അപ്പോൾ ഇനി മലരിക്കൽ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കിളികളുടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആക്കണമെന്ന് ഓർത്തു. അങ്ങനെ ഇട്ട സംഭവമാണിത്. അങ്ങനെ ഈ വീഡിയോ എല്ലാവരും ചെറുതായിട്ടെങ്കിലും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് വിട്ടേക്കുവാണ്. ബൈ.